ഹലോ മൈക്കിളെ. പിന്നെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. പിന്നെ ഈ വാർഡിൽ ഞാനാ നിക്കണേട്ടാ, നിങ്ങളുടെ ജോസേട്ടാ. ഈ എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യത്തെ കാര്യം ചെയ്യുന്നത് ഈ കട വെട്ടി വെളിപ്പിച്ച് നല്ല ക്ലീൻ ആക്കും, പണ്ടത്തെ രീതിയിലാക്കി എടുക്കും. ഉറപ്പ് തരും നിങ്ങൾക്ക്. പണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാൻ വരുമ്പോൾ മണലും ഇതൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു അറിയാം. ഇപ്പൊ ആകെ കാട് പിടിച്ച് ഇറങ്ങാനും കൂടി നിവർത്തിയില്ല. ഇപ്പൊ പിള്ളേർ സെറ്റ് വന്ന് കഞ്ചാവും വെള്ളടിയും ഈ വക ഇടപാടുകളൊക്കെയാണ് ഇവിടെ. അത് പല സമയത്ത് അവർ തന്നെ, അവർക്ക് ആരെങ്കിലും വന്ന് നോക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മറയുള്ളതുകൊണ്ട് അവർ വന്നു പോണ്. അത് അയൽക്കാർക്കും ശല്യമാണ്, നാട്ടുകാർക്കും ശല്യമാണ്. കുളിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് കുളിക്കുക, പാമ്പ് കടിക്കാതെ നമുക്കൊന്ന് അവിടേക്ക് പോകണം, ഇറങ്ങി പോകാനുള്ള ഒരു സൗകര്യം. അത് ഇവര് ഇതൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ വരും, അത് ചെയ്യാം പൊന്നാക്കി തരാന്നൊക്കെ പറയും. പിന്നെ ഈ വഴിക്ക് ആരെയും കാണാനില്ല. ഇതുപോലെ കാട് പിടിച്ച് എന്താ കാര്യം? ഇപ്പൊ മനുഷ്യനൊരു ഇറങ്ങാൻ പറ്റൂല. അല്ല, അവര് ശരിയാക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണല്ലോ നമ്മുടെ ഒരു സംഗതി. വരുമ്പോ വന്ന് അത് ചെയ്യാന്നൊക്കെ പറയും, അതൊക്കെ. അതെ അതെ. പക്ഷേ പ്രവൃത്തിയിലും എന്നില്ല. ഇതിപ്പോ ഞാൻ അങ്ങനെ കാട് പിടിച്ചത് ഇവിടം വരെയായി. ഇനി എങ്ങനെ ഇറങ്ങും? ഞാൻ ആദ്യം പശുവിനെ കൊണ്ട് കെട്ടിയിരുന്നതാണ് ഇതില്. ഇപ്പൊ കാട് പിടിച്ച പിന്നെ ഇങ്ങോട്ട് വരവില്ല. എന്തൊരു നല്ല കടവായിരുന്നു അല്ലേ? ഓരോ ആൾക്കാർ കുടിച്ചിരുന്ന കടവ്, അലക്കും കുളിയും വെളുപ്പിന് 5:30 തുടങ്ങി. എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി വരുമ്പോ പറയും ഇത് ശരിയാക്കി തരാ. ഇവരാരും ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യും? ഇങ്ങനെ എപ്പോഴും വന്ന് 2 തൂപ്പ് വെട്ടി അവര് പോയി. മെമ്പറെ വിളിച്ചിരുന്നു. അതെ, ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു, അതിനെ പറ്റിപ്പോയിട്ടാ. അത് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഉണ്ടാവുന്ന പോകുന്നതാ. ശരി, അത് ഞങ്ങൾ ചെയ്തിരിക്കും കേട്ടാ. അത് ഞങ്ങൾ അത്യാവശ്യമുള്ള കാര്യമാണ്. ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. അത് നമുക്ക് ചെയ്യാട്ടാ. അത് ഞങ്ങൾ ഉറപ്പ് തന്നാണെന്ന്, അത് ഞങ്ങൾ ചെയ്തിരിക്കുമ്പോ ശരിയാക്കി തന്നോട്ടാ. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും കേട്ടാ. ശരി എന്നാ. കളഞ്ഞോ, അവിടെ തന്നെയാണ് കളഞ്ഞോ. അതെ, നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു. ഇപ്പം അതൊക്കെ അവർ ചെയ്തു തരാമെന്നൊക്കെ പറയണേ. അപ്പം നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ ഇവർ ഈ തൊഴിലുറപ്പുകാരെ അവിടെ ഇവിടെയൊക്കെ പണി ചെയ്യിക്കണം, ഈ കടവും കാനയൊക്കെ ചെയ്യിക്കുക. ഇതിപ്പോൾ അത് കൂടാണ്ട് ഇവിടെ ഈ ബില്ലിങ്ങൾ മേനയാക്കണതിന് എന്തോരം കാശ് ചെലവ് ചെയ്യണേ നോക്കി. അപ്പോൾ അതിലെ ഒരു 10-1 അംശം മതി നമ്മുടെ ഈ കടവ് ഇതൊക്കെ വെടുപ്പാക്കാൻ. അത്രയും വരില്ല, ഇതിലൊരു 10-1 അംശം വരുള്ളൂ എന്ന്. അപ്പോൾ അത് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞേക്കണേ. ഇപ്പം എങ്ങനെ വരുമെന്ന് വെച്ചാൽ നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം.